കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും നമ്മളെ കരം പിടിച്ച് നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പാൻ നമ്മുടെ ഹൃദയം അവിടുത്തെ മുമ്പാകെ പകരാൻ തയ്യാറാകുമെങ്കിൽ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തില്ല. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. സ്തോത്രം. നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഇന്ന് പകലിലും വിളിച്ചു പറയാനുള്ളത്, നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താൻ എൻ്റെ ദൈവം ഇടയാക്കുകയില്ല. എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം മുമ്പാകെ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് മുൻപോട്ട് പോകാൻ തയ്യാറാകുമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി നമ്മുടെ മേൽ ഇന്നും അവിടുന്ന് വെളിപ്പെടുത്തും. നിറഞ്ഞ നിരവധി വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എങ്കിലും അതിൻ്റെ എല്ലാം നടുവിലും പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. സൗഭാഗ്യത്തിലെത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ശാശ്വത ഭുജങ്ങളിൽ വഹിക്കുന്ന ഒരുവനുണ്ട്. വാക്കുമാറാത്തവനുണ്ട്, വാക്കിൽ വിശ്വസ്തനായവനുണ്ട്. വിശ്വസിക്കാമോ? ഇന്ന് പകലിലും നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ഉന്നതനായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജം എനിക്ക് വേണ്ടി സ്വർഗം വെളിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞ് ദൂത് ഏറ്റെടുക്കുമല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വെളിപ്പെടുത്താൻ അവിടത്തേക്ക് പ്രസാദം തോന്നട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളിന്നും പ്രാർത്ഥിക്കുന്ന, ദൈവമേ, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടുത്തി എന്നെ ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലഘട്ടത്തിലും വെളിപ്പെടുത്തും. നമ്മുടെ ഇഷ്ടമൊന്നും വേണ്ട എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, അങ്ങ് ഏത് പാതയിൽ നടത്തുന്നോ അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് അവിടുത്തെ മുൻപാകെ ഒന്ന് വിധേയപ്പെടുത്താൻ തയ്യാറാകും. സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ അവസ്ഥകളിലും ഇറങ്ങി വരാനും പ്രവർത്തിക്കാനും എൻ്റെ ദൈവത്തിന് കഴിയും. നിരാശകളൊക്കെ ഇന്ന് പകൽ മാറട്ടെ. ഇവിടെ നമ്മളില്ലാതാവില്ല. നിലംപരിചാകുമ്പോഴും എപ്പോഴും ഓർക്കുക, കീഴേ ശാശ്വതമായൊരു ഭുജമുണ്ട്. കീഴേ ശാശ്വതമായൊരു ഭുജമുണ്ട്. വീഴാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. തളരാൻ അനുവദിക്കില്ല. തകരാൻ അനുവദിക്കില്ല. ഇന്ന് പകൽ സ്തോത്രം ചെയ്തിട്ട് പറ, കീഴേ ശാശ്വതമായൊരു ഭുജമുണ്ട്. അതുകൊണ്ട് പിശാചിനെ എത്ര തള്ളിയിടാൻ നോക്കിയാലും നമുക്ക് കീഴേ ശാശ്വതമായ ഭുജമുണ്ട്. നോർമലല്ല, ബലമുള്ള ഭുജം, ശക്തിയുള്ള ഭുജം. ആർക്കും ആ ഭുജത്തെ, അതിൻ്റെ ശക്തിയെ, അതിൻ്റെ ബലത്തെ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. കർത്താവിൻ്റെ ശക്തി, വീര്യം പ്രവർത്തിക്കുന്ന ആ ഭുജമാണ് നമ്മളെ താങ്ങുന്നത്, നമ്മളെ ഉയർത്തുന്നത്, നമ്മളെ വഹിക്കുന്നത്. അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. വളരെ സുപരിതമായൊരു വാക്യത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നഗസ്വരം മുതലായ സകല വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിക്കാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്. നമസ്കരിക്കാതെ ഇരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആര്? ക്വസ്റ്റ്യൻ മാർക്കാണ് അവിടെ.
ചരിത്രം നമുക്കെല്ലാം അറിയാം, അതിലേക്ക് പ്രവേശിക്കേണ്ട ആവശ്യമില്ല. പൊന്നുകൊണ്ട് ഒരു ബിംബമുണ്ടാക്കി നെബൂഖദ്നേസർ രാജാവ്. സ്തോത്രം. അതിൻ്റെ ഉയരം 60 മുഴം, വണ്ണം 6 മുഴമായിരുന്നു. ബബേൽ സംസ്ഥാനത്ത് ദുരാസമഭൂമിയിൽ ആ ബിംബത്തെ നിർത്തി. കറക്റ്റ് അളവ് ബബേൽ സംസ്ഥാനത്ത് സമഭൂമിയിൽ കൊണ്ടിതിന് നിർത്തുകയാണ്. എന്നിട്ടൊരു പ്രഖ്യാപനം, അതാണ് നാം വായിച്ചത്. നഗസ്വരം, തമ്പരു, വീണ ഇത് വായിക്കുന്ന സമയത്ത് ഈ ബിംബത്തെ നമസ്കരിക്കണം. ശക്തമായ പ്രഖ്യാപനം, രാജകൽപ്പനയാണ്. അത് അവഗണിച്ചാൽ, നമസ്കരിക്കാതെ ഇരുന്നാൽ സംഭവിക്കുന്നതും അവിടെ എഴുതിയിട്ടുണ്ട്. 2 ഓപ്ഷൻ. ഒന്നാമത്തെ, നമസ്കരിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്, മാനുഷ്യമായി നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും, മാനുഷ്യം അനുഗ്രഹങ്ങൾ, പ്രസാദങ്ങൾ നിങ്ങൾക്കുണ്ടാവും. പക്ഷെ ഇപ്പുറത്ത് നെബൂഖദ്നേസർ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ നമസ്കരിക്കാതിരുന്നാൽ, വണങ്ങാതിരുന്നാൽ, തല കുനിക്കാതിരുന്നാൽ നിങ്ങൾക്ക് നന്നല്ല. ചാമ്പലാക്കും, എരിയുന്ന തീച്ചൂളയിലേക്കിടും. അതല്ല എൻ്റെ വിഷയം. ഈ തീച്ചൂളയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്ന ദേവനാര് എന്ന ഒരു ചോദ്യം അവിടെ രാജാവ് തന്നെ ചോദിക്കുക നെബൂഖദ്നേസർ. പക്ഷേ ഈ ചോദ്യം അവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ് രേഖപ്പെടുത്തിയത്. വിടുവിക്കാവുന്ന ദേവൻ ആരെങ്കിലും ഉണ്ടോ? തീച്ചൂളയിൽ തീയുടെ മടങ്ങ് 7 കൂട്ടുമ്പോൾ, വർദ്ധിപ്പിക്കുമ്പോൾ വിടുവിക്കുന്ന ഏത് ദേവനുണ്ട്? നെബൂഖദ്നേസർ രാജാവെ, അങ്ങയ്ക്ക് തെറ്റുപറ്റി. 7 14 മടങ്ങ് തീയുടെ ചൂട് കൂട്ടിയാലും വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ മുമ്പിൽ തീക്കകത്തേക്ക് ഇറങ്ങി വരാൻ അങ്ങയുടെ കയ്യിൽ അക്ഷരിക തീയുടെ ബലമേ ഉള്ളൂ. പക്ഷേ സകലത്തെയും കത്തിക്കാൻ കഴിവുള്ള, ഇനി കത്തുന്നതിനെ അമർച്ച ചെയ്യാൻ കഴിവുള്ള, കത്തുന്ന തീയെ ഡിവൈഡ് ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ആ ഒരു ദൈവത്തിൻ്റെ നാമം വെളിപ്പെടണമെങ്കിൽ അങ്ങ് കൂട്ടാവുന്നിടത്തോളം തീയുടെ ശക്തി കൂട്ടിക്കോ, എത്ര മടങ്ങ് വേണമെങ്കിലും വർദ്ധിപ്പിച്ചോ. വർദ്ധിപ്പിക്കുമ്പോഴാണ് ഇപ്പുറത്ത് ആ തീക്കൊരു ശക്തിയുമില്ലെന്നും ആ തീയുടെ ബലത്തെ കെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന്, ഏത് ദേവനുണ്ടെന്ന് അങ്ങ് ചോദിച്ചില്ലേ? എന്നാൽ ഇപ്പുറത്ത് ദേവാദിദേവനും രാജാതി രാജാവും സകലത്തെയും കൺട്രോൾ ചെയ്യുന്നവനും മാനുഷിക തീയുടെ ബലത്തിൻ്റെ ശക്തിയുടെ മേൽ അധികാരമുള്ളവനും ഉണ്ടെന്ന് വെളിപ്പെടാൻ പോകുകയാണ്. പിടിച്ചു നിൽക്കണം, വിശ്വാസം പ്രഖ്യാപിക്കണം, പതറരുത്, എക്സ്ക്യൂസുകളുടെ പുറകിന് പോകരുത്. നന്ന് എന്ന് പറഞ്ഞ് ലോകമെടുത്തു നീട്ടുന്ന ചിലതിൻ്റെ പുറകിന് പോകാതെ വിശ്വാസത്തിൽ ശക്തിയോടെ നിൽക്കാൻ, ബലത്തോടെ നിൽക്കാൻ, പ്രാർത്ഥനയോടെ നിൽക്കാൻ, വിശുദ്ധിയോടെ നിൽക്കാൻ, പതറാതെ പിടിച്ചു നിൽക്കാൻ തയ്യാറാകുമെങ്കിൽ നീ സേവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എന്താണെന്നും നിൻ്റെ ദൈവമാരാണെന്നും നിൻ്റെ പ്രാർത്ഥനയ്ക്കകത്തേക്ക് ഇറങ്ങി വരാൻ കഴിവുള്ള ജീവനുള്ള ദൈവാതിദേവനുണ്ടെന്നും എനിക്ക് ദേശത്ത് വെളിപ്പെടുത്താൻ ഈ വാക്ക് ഇന്ന് പകലിലും ദൈവാത്മാവ് ശക്തമായി തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. സ്തോത്രം. ഇപ്പുറത്ത് ആക്ഷേപിക്കുന്ന വാക്ക്, നിന്ദിക്കുന്ന വാക്ക് നോക്കൂ. ദാവീദിനെ വെല്ലുവിളിച്ചത് ഗോലിയാത്ത്
അവൻ്റെ ദേവൻ്റെ നാമം ചൊല്ലിയല്ലേ. പക്ഷേ സർവശക്തനായ യഹോവയുടെ നാമത്തിൻ്റെ ശക്തി ദാവീദ് എടുത്ത് പ്രയോഗിക്കാനിടയായിത്തു. ഗൊലിയാത്തിനോട് പറയും, നീ നിന്ദിച്ചിട്ടുള്ള സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിൻ്റെ നേരെ വരികയാ. ഈ നാമത്തിൻ്റെ ശക്തിയും ഈ നാമത്തിൻ്റെ ബലവും ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി സ്വർഗം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ പറ, ഞാൻ പിന്മാറില്ല. പ്രാർത്ഥിക്കുന്നവൻ പതറില്ല. അവരുടെ പ്രാർത്ഥനാ മുറിയിൽ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയിട്ട അവർ രാജാവിനോട് പറഞ്ഞത്, രാജാവേ ഇട്ടോളൂ, കുഴപ്പമില്ല. വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇനി ഇൻ കേസ് ആ ദൈവം പ്രവർത്തിച്ചില്ലെങ്കിലും ഉണ്ടല്ലോ, ഞങ്ങൾ തോറ്റു പിന്മാറില്ല. ഞങ്ങളുടെ വിശ്വാസം അടിയറവ് വെക്കില്ല. ഞങ്ങളുടെ വിശുദ്ധി ഇവിടെ കളയത്തില്ല. അങ്ങനെയുള്ള ഒരു ആത്മനിയോഗമല്ല ഞങ്ങളുടെ അകത്ത് നിൽക്കുന്നത്. മനസ്സിലായോ? ലോകത്തിൻ്റെ എന്തെങ്കിലും മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിൻ്റെ പുറകിന് പോയി അത് നന്ന് എന്ന് കണ്ട് വിശ്വാസം ത്യജിക്കാനല്ല, വിശ്വാസത്തിനു വേണ്ടി ശക്തമായി പ്രാർത്ഥനയോടെ നിൽക്കാൻ തയ്യാറാകുമെങ്കിൽ ചില ബലം കെടാൻ പോകുകയാണ്. ശത്രുവിൻ്റെ ചില ആരവം തകരാൻ പോകുകയാണ്. ദുഷ്ടസിംഹാസനങ്ങളുടെ അടിത്തറകൾ കുലുങ്ങാൻ പോകുകയാണ്. ദൈവശക്തിയുടെ ആഴങ്ങൾ തൻ്റെ ജനത്തിനു വേണ്ടി ഇന്ന് പകലും ഞാൻ ഈ തൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെളിപ്പെട്ട് വരികയാണ്. പ്രാർത്ഥിക്കുന്നവർ പിടിച്ചു നിന്നിട്ട് പറ, എൻ്റെ ദൈവം വിടുവിക്കും. ഏത് ദേവനാ വിടുവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സ്വർഗത്തിലൊരുവനുണ്ട്. എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ട്. അവിടുന്ന് ഇറങ്ങി വരും. അവിടുന്ന് പ്രവർത്തിക്കും. അവിടുന്ന് തുറക്കും. അവിടുന്ന് സൗഖ്യമാക്കും. ദേശത്ത് നിൻ്റെ ദൈവം, നീ സേവിക്കുന്ന ദൈവം ആരെന്ന് തെളിയിക്കണമെങ്കിൽ ഇപ്പുറത്ത് നിന്നെ ആക്ഷേപിക്കുന്ന ചില ചോദ്യങ്ങൾ വേണം. ചോദ്യങ്ങളുണ്ടെങ്കിലല്ലേ ദൈവത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ. ചില ചോദ്യങ്ങൾ കേട്ട് എന്തിനാ നിരാശപ്പെടുന്നത്? ചില നിന്നയുടെ വാക്കുകൾ കേട്ട് എന്തിനാ ഭാരമകത്ത് വരുന്നത്? വിളിച്ചു പറയാൻ നിന്നയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ആ നിന്ദകളെ മാന്യതയാക്കി മാറ്റാൻ കഴിവുള്ള, ചോദ്യങ്ങളെ ഉത്തരമാക്കി മാറ്റാൻ കഴിവുള്ള സർവശക്തനായൊരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് അടുത്ത നിമിഷം ദൈവം തെളിയിക്കും പ്രിയരെ, യേശുവിൻ്റെ നാമത്തിൽ. കാരണം നോർമൽ രഥങ്ങളും കുതിരകളും കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രവചിക്കുന്ന എലീശയ്ക്ക് ചുറ്റും വളഞ്ഞെങ്കിലേ ഇപ്പുറത്ത് അഗ്നി കൊണ്ടുള്ള രഥം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച നിനക്ക് കാണാൻ പറ്റുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ വിടുതൽ വ്യാപരിക്കുന്നു, ബലം വ്യാപരിക്കുന്നു. ധൈര്യത്തോടെ പിടിച്ചു നിൽക്കണം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പ്രഖ്യാപനം ചെയ്യുക. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വിടുവിക്കുന്ന ദേവൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളെ വിടുവിക്കുന്ന ദേവാദി ദേവൻ, രാജാതി രാജൻ, കർത്താതി കർത്തൻ, മരണത്തെ ജയിച്ചവൻ, കല്ലറകളെ ഭേദിച്ചവൻ, സൗഖ്യമാക്കുന്നവൻ, രക്ഷിക്കാൻ കഴിവുള്ളവൻ ഞങ്ങളുടെ കൂടെ ഇറങ്ങി വന്നിരിക്കുക. സ്തോത്രം. ഇന്ന് പകലങ്ങ് ചെയ്തിരിക്കുന്ന വലിയ വിടുതൽക്കായി സ്തോത്രം. സൗഖ്യത്തിനായി സ്തോത്രം. ബലത്തിനായി സ്തോത്രം. ശക്തിക്കായി സ്തോത്രം. കൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റാനിടയാക്കും. സകല മഹത്വം അങ്ങേക്കാം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ചില ചോദ്യങ്ങൾ, ആര്, എങ്ങനെ, പ്രാർത്ഥിച്ചാൽ എന്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതുവരെ ഓടിയിട്ടെന്തായി എന്ന് ചോദിക്കുമ്പോഴാണ് ഇപ്പുറത്ത് നിൻ്റെ ദൈവം ഇറങ്ങി വരുമെന്നും പ്രവർത്തിക്കുമെന്നും വിടുവിക്കുമെന്നും പുറപ്പെടുവിക്കുമെന്നും തെളിയിക്കപ്പെടാൻ പോകുന്നത്. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.